സിറിയയിൽ നിക്കക്കള്ളിയില്ലാതെ രാജ്യം വിട്ടുപോയ, റഷ്യയുടെ സഹായം അഭ്യർത്ഥിച്ച് രാജ്യം വിട്ടുപോയ അസദ് സ്വന്തം രാജ്യത്തെ ചതിച്ചതിന് ശേഷമാണ്, ജനങ്ങളെയൊക്കെ തന്നെ പടുകുഴിയിലേക്ക് തള്ളിയിട്ട ശേഷമാണ് നാട് വിട്ടതെന്നാണ് നിലവിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ഏറ്റവും നിർണായകമായ ചില രഹസ്യങ്ങൾ അത് മറ്റാർക്കും നൽകാതെ ഇസ്രയേലിന് ചോർത്തി നൽകിയ ശേഷമാണ് അസദ് നാട് വിട്ടതായി, രാജ്യം വിട്ടതായി ആരോപണം ഉയരുന്നത്. സ്വന്തം സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി സ്വന്തം രാജ്യത്തെ ഒറ്റുകൊടുത്തു എന്ന് തന്നെയാണ് മാധ്യമപ്രവർത്തകർ ഇപ്പോൾ അസദിനെ കുറ്റപ്പെടുത്തുന്നത്. എന്നാൽ ഇതിന് പിന്നാലെ ഇസ്രയേൽ നേടിയെടുത്ത ആ സൗഭാഗ്യം, ഇസ്രയേലിനുണ്ടായ നേട്ടം, ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇസ്രയേലിനുണ്ടാകുന്ന മേൽക്കൈ, അതൊക്കെ തന്നെയാണ് ഇതിനാധാരമായി മാറുന്നത്. വിമത സൈന്യം രാജ്യത്തിന്റെ പരമാധികാരം പൂർണ്ണമായും പിടിച്ചെടുത്തതോടെ ജീവൻ ഭയന്നുകൊണ്ട് നാടുവിട്ട മുൻ സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദാണ് ഇസ്രയേലിന് നിർണായക വിവരങ്ങൾ ചോർത്തിക്കൊടുത്തതായി ഇപ്പോൾ ആരോപണം ശക്തിപ്പെടുത്തുന്നത്. സിറിയയുടെ മുഴുവൻ സൈനിക രഹസ്യങ്ങളും ഇസ്രയേലിന് ചോർത്തി നൽകിയെന്നാണ് റിപ്പോർട്ട്. അങ്ങനെ ചോർത്തി നൽകിയതിന് പ്രത്യുപകാരമായി ഇസ്രയേലും മറ്റൊരു നീക്കം നടത്തിയിട്ടുണ്ട്. എന്തെന്നാൽ സുരക്ഷിതമായി രാജ്യം വിടാനായി ഇസ്രയേൽ അസദിനെ സഹായിച്ചുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ, പ്രത്യേകിച്ചും ഡെയിലി മെയിൽ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. അസദ് കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ ഉപയോഗിച്ചാണ് ഇസ്രയേൽ സിറിയയ്ക്കെതിരെ ആക്രമണങ്ങൾ നടത്തിയതെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന വിവരങ്ങൾ. സൈനിക കേന്ദ്രങ്ങൾ, മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾ, ആയുധ സംഭരണ കേന്ദ്രങ്ങൾ തുടങ്ങി ഏറ്റവും തന്ത്രപ്രധാനമായ ഇടങ്ങളുടെ കൃത്യമായ ലൊക്കേഷൻ വിവരങ്ങൾ ബാഷർ അൽ അസദ് ഇസ്രയേൽ സൈനിക ഉദ്യോഗസ്ഥർക്ക് കൈമാറി. അതിന് പ്രത്യുപകാരമായി റഷ്യയിലേക്ക് യാത്ര ചെയ്യാനായി സിറിയൻ പ്രസിഡന്റ് വിമാനത്തിന് ഭീഷണി ഒന്നും തന്നെ ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇസ്രയേൽ പ്രതിരോധ സേന ഉറപ്പ് നൽകിയെന്നാണ് ഈ റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നത്. റഷ്യൻ സൈനിക വിമാനത്തിൽ രാജ്യം വിട്ട അസദിന് മോസ്കോയിൽ ഇറങ്ങിയതിന് തൊട്ടു പിന്നാലെ ഇസ്രയേൽ സിറിയയ്ക്കെതിരെ അതിരൂക്ഷമായ ആക്രമണം നടത്തിയതും ഭൂകമ്പം നടക്കും വിധത്തിൽ റിക്ടർ സ്കെയിലിൽ 3 രേഖപ്പെടുത്തിയ കനത്ത ആക്രമണം തന്നെയാണ് ആ മേഖലയിൽ ഉണ്ടായത്. ആ ബോംബ് വർഷിച്ചതിന് പിന്നാലെ ഉണ്ടായ പ്രകമ്പനം തുർക്കിയിൽ പോലും ശക്തമായി പ്രതിഫലിച്ചിരുന്നു. സിറിയയുടെ സൈനിക കേന്ദ്രങ്ങളെ തന്നെയാണ് കൃത്യമായ ആക്രമണങ്ങളിലൂടെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ തകർത്തെറിഞ്ഞത്. അസദ് കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാണ് ഈ ആക്രമണം നടത്തിയതെന്നും ഹൂറിയത്ത് എന്ന ടർക്കിഷ് മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. ടർക്കിഷ് മാധ്യമപ്രവർത്തകനായ അബ്ദുൽ ഖാദർ സെൽവിയാണ് അസദ് സിറിയയുടെ സൈനിക രഹസ്യങ്ങൾ ചോർത്തി എന്നുള്ള ഒരു വിവരം ആദ്യമായി വെളിപ്പെടുത്തിയത്. ഹൂറിയത്ത് ദിനപത്രത്തിലെ ലേഖകൻ കൂടിയാണ് അദ്ദേഹം. വിശ്വസനീയമായ കേന്ദ്രത്തിൽ നിന്നും തനിക്ക് ഈ വിവരം ലഭിച്ചു. അസദും ഇസ്രയേലും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള നിർണായകമായ രേഖകൾ തന്റെ പക്കലുണ്ടെന്നാണ് ഈ ദിനപത്രത്തിലൂടെ, ലേഖനത്തിലൂടെ അബ്ദുൽ ഖാദർ പറയുന്നത്. രാജ്യം വിട്ട അസദ് ഇപ്പോൾ റഷ്യയിലുണ്ടെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. റഷ്യയിലെത്തിയതിനു ശേഷം അസദ് കൃത്യമായ ഒരു പ്രതികരണം നടത്തിയിരുന്നു. താൻ രാജ്യം വിടുമ്പോൾ ഇസ്രയേൽ തന്നെ ആക്രമിക്കരുത് എന്നുള്ള ഉറപ്പ് ലഭിക്കാൻ അസദ് ആയുധങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ, രാസായുധങ്ങൾ എവിടെയൊക്കെ സൂക്ഷിച്ചിരിക്കുന്നു, അതിന്റെ പരീക്ഷണശാലകൾ എവിടെയൊക്കെയാണ് എന്നുള്ള കൃത്യമായ വിവരം ഇസ്രയേലിന് നൽകിയെന്നാണ് ഹൂറിയത്ത് പറയുന്നത്.